പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ജൂലൈ മാസത്തിലെ അവസാനത്തെ ദിനത്തില് നന്നായി ബലിയർപ്പിച്ച് ഈ ഒരു മാസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ടാണ് ഇന്ന് ബലിയർപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അറിയാം. നമുക്ക് കുറേ സമയം നമ്മുടെ സന്നിധിയിൽ ആയിരിക്കാം. പിന്നെ നോക്കിയാൽ നാളെ നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനേക്കാളുപരി നാളെ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പൊ നാളെ 15 നോമ്പ് നാളെ മുതൽ ആരംഭിക്കുകയാണെന്ന കാര്യം അറിയാലോ. ഈ 15 നോമ്പില് പ്രിയ സഹോദരങ്ങളെ ഒരു 3 കാര്യങ്ങൾ അച്ഛനും നമ്മുടെ എത്ര ബുദ്ധിമുട്ടേറിയ പ്രാർത്ഥന നിയോഗമാണെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാണ് ബലിയർപ്പണത്തിന് മുൻപ് തന്നെ നന്നായി ഈ ദിവസങ്ങൾ 15 ദിവസവും നന്നായി ബലിയർപ്പിക്കണം. നമ്മൾ പലരും എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നവരാണല്ലോ, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെ പോയാൽ പോരാ, രാത്രി മുതൽ ആരംഭിക്കണം ഒരുക്കം. അതുപോലെ തന്നെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ രൂപകൂടനെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കണമെന്നില്ല. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും നന്മ നിറഞ്ഞ മറിയുമെന്ന് ജപം ചൊല്ലി, ചിലപ്പോൾ ഒരു 10 എന്നുള്ളത് ജോലി ചെയ്യുമ്പോൾ ഇടയിൽ കൊന്തയൊന്നും ചിലപ്പോൾ പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ 2 കൂടുതലോ കുറവൊക്കെ ഉണ്ടാകാൻ സാരമില്ല. ഒരു ജപമാല ചൊല്ലി ഏകാഗ്രതയോടെ ബലിയർപ്പിച്ച് നിങ്ങൾ കുർബാന പുസ്തകം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്ത മാറിപ്പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുർബാന പുസ്തകം ഉപയോഗിക്കണം. അങ്ങനെ ശരിക്കും ഒരുങ്ങി ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിക്കുക. അപ്പൊ ഈ 15 ദിവസത്തെ ബലിയർപ്പണത്തിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വീണ് പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും പോയി കുമ്പസാരിക്കണം. അപ്പൊ ഇനി അതിനുവേണ്ടി ഞാൻ അറിയാത്ത അച്ഛന്മാർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. അറിയുന്ന അച്ഛന്മാരാണെങ്കിലും അറിയാത്ത അച്ഛന്മാരാണെങ്കിലും എളിമപ്പെട്ട് പറയാച്ചാ എനിക്ക് കുമ്പസാരിക്കാൻ ആഗ്രഹമുണ്ട്, സാധിക്കുമോ എന്ന് എളിമപ്പെട്ട് ചോദിക്കുക. അപ്പൊ ഞാൻ ഈ 15 ദിവസം ഏതെങ്കിലും മേഖലയിൽ വീണ് പോയാൽ തന്നെ നമ്മൾ പിന്നെ 15 നോമ്പ് ഉപേക്ഷിക്കരുത്. എളിമപ്പെട്ട് അന്ന് തന്നെ എവിടെയെങ്കിലും പോയി നല്ലൊരു കുമ്പസാരം നടത്തി പ്രിയ സഹോദരൻ അങ്ങനെ ഈ 15 ദിവസം നമ്മൾ ഹൃദയം തുറന്നത് സമ്പൂർണ്ണ ജപമാല കേട്ടോ. അപ്പൊ പ്രഭാതത്തിലെ ബലിയർപ്പണത്തിന് മുമ്പ് ഒരു ജപമാല, അതിനുശേഷം 3 ജപമാല, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ഉൾപ്പെടെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സമ്പൂർണ്ണ ജപമാല ചെയ്ത് നമ്മൾ എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുകയാണെങ്കിലും ദൈവം അത്ഭുതകരമായ വിധത്തിൽ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നാളെ തുടങ്ങി ആ ഒരു 15 നോമ്പ് പങ്കെടുത്ത് 15-ാം തീയതി അമ്മ വഴി ഈശോയ്ക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഒരു പ്രതികൂലത്തിൽ ദൈവശക്തി അമ്മയുടെ സാന്നിധ്യത്തിൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ച് വലിയൊരു ദുഃഖവാർത്തയാണ്. നമ്മളുടെ വയനാട് 100-ലധികം പേര് മരണപ്പെട്ടു. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതായത് അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണല്ലേ. നമുക്ക് ആ പ്രളയത്തിന്റെയൊക്കെ വേദന നമുക്ക് അറിയാമല്ലോ. നമുക്ക് പ്രത്യേകമായിട്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, മലയോര ജനങ്ങൾക്ക് വേണ്ടി, അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നും നാളേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഹെബ്രായ 4:13 അവിടെ വചനം വെളിപ്പെടുത്താണ്. അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. തമ്പുരാന്റെ സന്നിധിയിൽ പറയാണ്, അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലവും അനാവൃതവും വ്യക്തവുമാണ്. കർത്താവിന്റെ കണ്ണിൽ എല്ലാം വ്യക്തമാണ് സഹോദരൻ, ഒന്നും മറഞ്ഞിരിക്കില്ല, എല്ലാം വ്യക്തമാണ്. എന്ന് പറയാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അതായത് ഇന്ന് നമ്മൾ കാണിക്കുന്ന, അതായത് നമുക്ക് തമ്പുരാനെ ഗൗരവമായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അതാണല്ലോ സഹോദരങ്ങളെ പൈശാചിക പീഡ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഭാഗത്തെ പ്രാർത്ഥനയും ആത്മീയ ജീവിതവും കുടുംബ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കർത്താവിന് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നില്ല. കർത്താവിന് നമ്മുടെ സങ്കടങ്ങളിൽ സമർപ്പിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവം എൻ്റെ പ്രതികൂലത്തിൽ ഇടപെടുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു നിരാശയുടെയൊക്കെ മേഖലകളുണ്ടല്ലോ സഹോദരങ്ങളെ, അതെല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കണം. കാരണം എൻ്റെ ദൈവം നല്ലവനാണ്. നല്ലവനായ എൻ്റെ മുൻപിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീര് സമർപ്പിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് അത് കയറി നടന്നു എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പം അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാൻ തക്ക വിധത്തിൽ ഈ നോമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ ഈ 15-ാം തീയതി നമ്മുടെ കണ്ണുനീരൊക്കെ വിശ്വാസത്തോടെ സമർപ്പിക്കാൻ, ഒരു യാന്ത്രികമായ ബലിയർപ്പണങ്ങളോ കുടുംബ പ്രാർത്ഥനയോ അല്ലെങ്കിൽ പരിത്യാഗ പ്രവൃത്തി ഒന്നുമല്ല, ഹൃദയം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അർപ്പിക്കാൻ തക്ക വിധത്തില് ഈ നോമ്പ്, ഈ വചനം ഒരു അഭിഷേകമാക്കാൻ തക്ക വിധത്തില് ഈ ഒരു നോമ്പ് 15 നോമ്പ് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ പ്രാർത്ഥിച്ചൊരുങ്ങി, ഈ രാത്രി മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി നാളെ തുടങ്ങി 15 നോമ്പിൽ ഏറ്റവും തീക്ഷ്ണതയോടെ നമുക്ക് പങ്കെടുക്കാം. പക്ഷെ വലിയൊരു കൃപ ഈ ഒരു നോമ്പില് നിങ്ങൾക്ക് നൽകട്ടെ.
ഈ ഒരു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.